ഗുഡ് മോർണിംഗ്. ഇതിൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ കേട്ടോ. കുറച്ച് ദിവസമായി ഞാൻ എന്താ വീഡിയോ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് വൈകുന്നേരം ഞങ്ങൾക്കൊരു ഉത്സവത്തിന് പോകാനുണ്ട് വീട്ടിനടുത്തുള്ള. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാൻ വിചാരിച്ചു. ഞങ്ങൾ എല്ലാ വർഷവും പോകുന്നത് കാഞ്ഞൂർ ഉത്സവത്തിനാണ്. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ കൊച്ചിയിൽ ട്രിപ്പ് പോയതുകൊണ്ട് അത് മിസ്സായി. വാവയ്ക്കാണെങ്കിൽ ഈ ചെണ്ടക്കൊട്ടൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ അവളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് വാവയ്ക്കൊരു കുളിയും പാസ്സാക്കി. അച്ഛൻ മുറ്റത്തുനിന്ന് പച്ചക്കറീൻ്റെ വിത്തൊക്കെ നടുന്നുണ്ടേനും. അത് കണ്ടപ്പോൾ വാവയ്ക്ക് മുറ്റത്തിറങ്ങണം. പിന്നെ അവൾ കുറച്ച് അതിലേക്ക് കളിച്ച് നടന്നു. പിന്നെ ഞാൻ ഉറക്കിയ സമയത്ത് ഞാൻ എൻ്റെ ബാക്കി പരിപാടികളൊക്കെ വേഗം തീർത്തു. ഇതൊരു ഐസ് കട്ടയാട്ടോ. വാവൻ്റെ കാലിൽ ചെറുതായിട്ടൊന്ന് ഒരു മൂലയിൽ ഇടിച്ചിട്ടുണ്ടേനു. അപ്പോൾ ഞാൻ ഓക്ക് വെച്ചെടുക്കാൻ വേണ്ടി എടുത്തപ്പോൾ നല്ല ഭംഗി തോന്നിയപ്പോൾ എടുത്ത് വെച്ചതാണ്. ഞാനും അമ്മയൊന്ന് പുറത്തൊക്കെ പോയതാട്ടോ അത്. അങ്ങനെ നൈറ്റ് തന്നെ ഞങ്ങൾ ഉത്സവത്തിന് പോകാൻ റെഡി ആയിട്ടോ. ഇറങ്ങാൻ പോകുമ്പോഴേ നല്ല മഴക്കാറുണ്ടേനു. അപ്പം അച്ഛൻ പറയുന്നുണ്ട് കുട എടുത്തോന്ന്. അങ്ങനെ ഞങ്ങൾ റോഡുമ്മലെത്തിയതും നല്ല പെരും മഴ പെയ്യാൻ തുടങ്ങി. കുട എടുത്തോണ്ട് രക്ഷപ്പെട്ടിട്ടോ, അല്ലെങ്കിൽ നനഞ്ഞ് കുളിച്ചേനെ. ഇവിടെ കുനിയിൽ ഉത്സവത്തിന് എല്ലാ വർഷവും ഇങ്ങനെയാട്ടോ. ഒന്നെങ്കിൽ ചെറിയ മഴ, അല്ലെങ്കിൽ ഇതേപോലെ നല്ല മഴ. എന്തായാലും മഴ പെയ്തിരിക്കും. അത് ഇവിടുത്തെ ഒരു പതിവാണ്. അവിടെ എത്തിയപ്പോൾ എല്ലാവരും ഓരോ പീടിയൻ്റെ സൈഡിലും പിന്നെ വീടിൻ്റെ അവിടെയൊക്കെ കയറിക്കാട്ടോ. പന്തലൊക്കെ തുണിപ്പന്തലായതുകൊണ്ട് ഇങ്ങനെ വെള്ളമൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെ താഴെ വരുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് മഴയൊക്കെ മാറിയപ്പോൾ തിറ തുടങ്ങി. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത്രയും മുന്നിൽ നിന്ന് തിറ കാണുന്നത്. സാധാരണ ഞങ്ങൾ എത്തുമ്പോഴത്തേക്ക് ലേറ്റ് ആവും. അപ്പോൾ പിന്നെ ബാക്കിലേ നിൽക്കാൻ പറ്റുള്ളൂ. ഇന്ന് മഴയും കൂടി പെയ്തതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നപ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റ് തന്നെ നിൽക്കാൻ പറ്റി. അങ്ങനെ കുറേ സമയം തിറയൊക്കെ കണ്ട്. ഭാവി ആദ്യമായിട്ടാട്ടോ തിറ കാണുന്നത്. വീട്ടിനടുത്തുനിന്ന് ചെറുതായിട്ടൊക്കെ തിറ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതേപോലെ അധിക സമയം ഇത്രയും നേരം കളിക്കുന്ന തിറ അവൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അതൊക്കെ കണ്ട് നല്ല എൻജോയ് ചെയ്തിട്ടുണ്ടേനു. ചെണ്ടക്കൊട്ടിനൊക്കെ കൈയടിച്ചൊക്കെ നിൽക്കുന്നുണ്ടേനു. ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ചെണ്ടക്കൊട്ടയൊക്കെ. ഇത് ഭൈരവൻ തിറയും കരിക്കുട്ടി പൂക്കുട്ടിയാട്ടോ. ഈ ഒരു തിറ കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി. വാവ ഏകദേശം ഉറങ്ങുന്ന ടൈമൊക്കെ ആയിണ്ടേനു. അപ്പോൾ പിന്നെ ഓൾ അലമ്പാക്കാൻ തുടങ്ങി. ചെണ്ടക്കൊട്ട് കേട്ടിട്ടാട്ടോ വാവ താളം പിടിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് തിറ അവിടെയുള്ളൊരു മോലൊക്കെ എടുത്ത് കളിക്കുന്നുണ്ടേനു. അത് കഴിഞ്ഞാൽ ഗുരുതിത്തറയ്ക്ക് ഇവർ കോഴീനെ കഴിക്കും. പച്ച കോഴീനെ കേട്ടോ കഴിക്കുക. ഇവരിത് കോഴിക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കുക കേട്ടോ. പിന്നെ ഇവർ രണ്ടാളും കൂടി അടിപിടി കൂടി ആ കോഴീനെയൊക്കെ പിടിച്ച് കളിക്കുന്നുണ്ട്, ചോര കുടിക്കുന്നുണ്ട്. അങ്ങനെ അവർ ആ കോഴീനെ ഫുള്ള് കഴിച്ചു കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്തു അടുത്ത് തിറക്ക് വേണ്ടിയിട്ട്. പക്ഷേ വാവ അലമ്പാക്കിയപ്പോൾ പിന്നെ അധികം നിൽക്കാൻ പറ്റിയില്ല. തിറ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ കുറേ കുട്ടികളുടെ കയ്യിൽ ഹൈഡ്രജൻ ബലൂൺ ഉണ്ട് കേട്ടോ. അപ്പോൾ വാവ അത് കണ്ടിട്ട് വേണം എന്ന് പറയുന്നുണ്ടേനും. തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ അവൾക്ക് ഇതേപോലെ ഒന്ന് വാങ്ങിക്കൊടുത്തു. പിന്നെ കമ്മലൊക്കെ നോക്കി. വാങ്ങിയില്ല കേട്ടോ, വെറുതെ ഒന്ന് നോക്കിയതാ. വരുന്ന വഴിക്ക് ഞങ്ങൾക്ക് നല്ല വെള്ളത്തിന് ദാഹിക്കുന്നുണ്ടേനും. അപ്പോൾ ഞാനും അമ്മയും നാരങ്ങ സോഡയും സർവത്തൊക്കെ കുടിച്ചു. പിന്നെ വീട്ടിലേക്ക് പോന്നു. അങ്ങനെ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഒരു ഡേ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.